നമുക്ക് ആരിഫ് ഹുസൈൻ്റെ ഒരു കാര്യം പറയാം. വാസ്തവത്തിൽ ഞാൻ ചുമ്മാ അവൻ്റെ ടൈം ലൈൻ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയിൽ. അപ്പോൾ വീഡിയോയുടെ ഇതിവൃത്തം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ചെന്നായ എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ചെന്നായ അവനാണ്. എന്നാലും അവൻ ജമാഅത്ത് ഇസ്ലാമിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമിയെ റിലേറ്റ് ചെയ്ത് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. മുൻപൊരു പ്രാവശ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ്, ഞാനും ആരിഫും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് FGM പറ്റിയാണ്. അതായത് ഈ സുന്നത്തിൻ്റെയും സ്ത്രീകളുടെ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ അതിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് കുറേയധികം ഇൻഫർമേഷൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരുന്നതും പിന്നെ ആരിഫ് ഹുസൈൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യവും ഇതിനോട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനുണ്ട്. ഈ FGM എന്ന് പറയുന്നത് ഷിയാക്കൾ നടത്തുന്ന ഒരു സംഗതിയാണ്. അറിയാമല്ലോ, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അവർ, ഒരു രക്ഷയില്ലാത്ത ടീമുകളാണ്. എന്നോട് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണത്. ഇനിയിപ്പം ഷിയയും ജമാഅത്ത് ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും കൊലമുണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ട് ബൊഹറ വിഭാഗക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുൻപത്തെ പഴയ ചാനലിൽ ഈ FGM പറ്റി ഡീറ്റെയിൽഡ് വേർഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ബൊഹറ കമ്മ്യൂണിറ്റിയെ പറ്റി. ഇപ്പോൾ ബൊഹറ കമ്മ്യൂണിറ്റിയിൽ ഇത് നടക്കുന്നുണ്ട്. അവരുടെ ചില ശാഖകൾ ഇവിടെ തിരുവനന്തപുരത്തും കോഴിക്കോട് സൈഡിലും ഉള്ളതുകൊണ്ട് ഇവിടെ ഇത് നടക്കുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് എടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കേസ് ഇപ്പോഴും പിന്നെ സുപ്രീം കോടതി നടക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ അത് നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ FGM നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നല്ല വേൾഡ് വൈഡ് നിരോധിച്ചിട്ടുണ്ട്. അത് മൗലികാവകാശ ലംഘനം എന്ന് തന്നെയാണ് WHO തന്നെ പറയുന്നത്. അപ്പം ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇത് അതിനോടനുബന്ധിച്ചിട്ട് പുള്ളി എന്നെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ബാൻ ഓൺ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ ഹൈക്കോടതി എന്നുള്ള ഇതിനകത്ത് അടിച്ചാൽ കിട്ടും. അത് 3 ജഡ്ജിമാരാണ്, മൂന്നംഗ ബെഞ്ചാണ് അതിന് വിധി പറഞ്ഞിട്ടുള്ളത്. AM കൺവീൽക്കർ, ചന്ദ്രചൂഡ് ആൻഡ് അരുൺ മിശ്ര, ഇവർ 3 പേരാണ് അതിന് വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും വീണ്ടും അതിന് അപ്പീൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പീൽ പോയത് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് എനിക്കൊരു ഇൻഫർമേഷൻ. അല്ല, അവരതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഷിയ മുസ്ലിംസാണ്. അപ്പം ഷിയ മുസ്ലിംസ് ഒരു കാരണവശാലും ജമാഅത്ത് ഇസ്ലാമി അല്ല. അപ്പോൾ അത് ഇനി തെറ്റുകളുണ്ടെങ്കിൽ അത് പറയാം. എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അതാണ്. ഷിയാക്കാരാണ് ഈ ഒരു സംഗതി ക്രൂരമായി നടത്തണം എന്നുള്ള രീതിയിൽ അഡമൻ്റായി നിൽക്കുന്നത് അവരാണ്. അപ്പോൾ ഇതിനകത്ത് റെസ്പോണ്ടൻ്റായിട്ട് പെറ്റീഷണറായിട്ട് വെച്ചിരിക്കുന്ന സുനിത തിവാരിയാണ്. ലായർ ആയിട്ടുള്ളത് രാജേഷ് ഖന്ന. പിന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഓഫ് തെലങ്കാന, ഇത്ര പേരാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലോയർ എന്ന് പറയുന്നത് വേണുഗോപാലാണ്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ശതമാനം പോലും ഇവർ ഇതിനകത്തില്ല. അപ്പോൾ ഈ രീതിയിൽ തെറ്റിദ്ധാരണ ജനകമായി ഒരു മോശമായിട്ട് പറഞ്ഞ ഒരു സംഗതി കൊണ്ട് തലയിലടിച്ചു. ഇത് 2017 ഈ കേസ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ജെൻഡർ ഈക്വാലിറ്റി, റിലീജിയസ് പ്രാക്ടീസ്, റൈറ്റ് ഓഫ് ലൈഫ്, റൈറ്റ് ഓഫ് പ്രൈവസി. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് മാനദണ്ഡമായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ വാദം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആരിഫ് കിണ്ണനുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അന്ന് അവൻ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമി ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്നുള്ളത്. ഞാനും അത് തെറ്റായ 1-2 എടുത്ത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും അതിനെപ്പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ വിഷയം ഞാനിവിടെ തിരുത്തുകയാണ് ഇതിൻ്റെ കൂടെ. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണ് എന്ന് ഏവം പറയുന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കിണ്ണൻ്റെ കുറച്ച് വായ്ത്താളവും കേൾക്കാം. അപ്പോൾ കിണ്ണ എന്താ പറയണമെന്ന് കേൾക്കാം. ഇത് ഷുരാങ്ക മുഹമ്മദ് എന്ന് പറയുന്ന ഏതോ ഒരാളുടെ പറ്റി ആണെന്ന് അവനോട് എഴുതി കാണിക്കുന്നത്. എനിക്ക് പുള്ളിയെ പരിചയമില്ല. പക്ഷെ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് വിരുദ്ധതയുള്ളതാണ്. അത് ഇസ്ലാമിന് അക്സെപ്റ്റബിൾ ആണെങ്കിലും വിരുദ്ധതയുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം പിണറായി വിജയന്റെ മകളെ ആ മോശമായ രീതിയിൽ അവർ പ്രതിപാദിച്ചല്ലോ. അപ്പം ആ പ്രതിപാദിക്കുന്നത് ഇസ്ലാമികപരമായി കറക്റ്റാണ്. കാരണം അവരുടെ മത അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ അന്യമതസ്ഥയായ ഒരാളുമായിട്ട് ജീവിക്കുന്നത് വ്യഭിചാരത്തിന് തുല്യമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് അവരുടെ മതവാദമാണ്. അതേസമയം അത് നമ്മുടെ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ക്രൈമാണ്. അത് ക്രിമിനൽ കാര്യമാണ് ഒരു വ്യക്തിയെ അത്രയധികം വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 വശമുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയും പറഞ്ഞിരിക്കുന്നതിനാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഷിർക്കിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടാണ് ഇയാൾ പറഞ്ഞ കള്ളത്തരത്തിനെ ഇവനൊന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അയാളുടെ പ്രഭാഷണമാണ് നടത്തിയിട്ടുള്ളത്. മതപ്രഭാഷണം നടത്തുന്നത് മതത്തിൽ വിശ്വാസമുള്ള ആളുകൾക്കിടയിലാണ്. അവരത് കേൾക്കുന്നുണ്ട്, അവർ കേൾക്കാതിരിക്കുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടം. ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാതിരുന്ന രാജ്യത്ത് അതിനുള്ള നിയമങ്ങളുണ്ട്, അതിനെതിരെ ശിക്ഷയും നടപടികളും ഉണ്ടാകും. പിന്നെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ഈ പറയുന്ന വോട്ട് ഇടാതിരിക്കൽ. തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ അവകാശമാണത്, നിങ്ങളുടെ കടമയുമാണത്. അതായത് വെറും അവകാശമല്ല, കടമയും കൂടെ ഉണ്ട് അതിനകത്ത്. നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. യു നീഡ് ടു എലക്ട്. അപ്പം ഇലക്ഷനിലാണ് നമ്മൾ നമ്മുടെ പവർ കാണിക്കേണ്ടത്. അത് വേണ്ട എന്ന് പറയുന്നത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ്. അത് പുള്ളി പറഞ്ഞത് തീർത്തും തെറ്റം തന്നെയാണ്. പക്ഷെ അതെടുത്ത് വെച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ അടിക്കാൻ ഇവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി ഒരു വാഴയും ഒണ്ണയും അറിയത്തില്ലെന്നാണ് അർത്ഥം. നാളുകളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ചില എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പ്രകടമാക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് ശക്തികളാണ് എന്ന്. ഇടത് വലത് മുന്നണികൾ തരാതരം പോലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ വളരെ കൃത്യമായി വാങ്ങിയെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. എടി നാറി, രാജ്യവിരുദ്ധ ശബ്ദത്തികൾ നിന്റെ തന്തയാണ്.
വല്ലം വിളിച്ച് പറഞ്ഞോളെ. രാജ്യവിരുദ്ധ ശക്തികൾ അതാര്? അവർ രാജ്യത്തെ പൗരന്മാരല്ലേ? അവരെന്താ രാജ്യത്തെ പൗരന്മാരല്ല എന്നാണോ ഇവള് പറഞ്ഞുകൊണ്ട് വരുന്നത്? വായ്ത്താളടിക്കുന്ന വായേറി നാറി. പോട്ടെ. ഇത് പലരും പറയും നിങ്ങൾക്ക് ഇത്തിരി ലാംഗ്വേജ് മര്യാദയ്ക്കോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ കേട്ട് നമ്മൾ പോലും പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ മതവാദമൊന്നുമില്ല, ഞാൻ തീവ്ര ഇസ്ലാമിസ്റ്റും അല്ല. എനിക്ക് പോലും ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ മതവിശ്വാസികളുടെ ഒരു അവസ്ഥയൊന്നും ആലോചിക്കുകയാണ്. ഭയാനകമൊന്നുമല്ല, ഒന്നും പറയാനില്ല. പറ, വായ്ത്താളം കേൾക്കണം. മലൻ ടി വി അവതാരികയ്ക്ക് മലത്തിന്റെ വോയിസ് അല്ലേ ഉണ്ടാവുള്ളൂ, മണവും അത് തന്നെ. നിന്നെ എടുത്ത് ഇരുത്തേണ്ട സമയമായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തരാം, അത് പിന്നീടാവട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. രാഷ്ട്രീയവിരുദ്ധ ശക്തികളാണ് ഇവിടെ ഭരിക്കുന്നതെന്നും രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ ഇടപെടുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയുള്ള വർഗീയത പറഞ്ഞിട്ടുള്ള ചായക്കടക്കാരൻ അവിടെ കയറിയിരിക്കുന്നത്. ഈ ഒരു വിഷയം ഈ ജമാഅത്ത് ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ ഇതുപോലെയുള്ള ദേശവിരുദ്ധർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ജനാധിപത്യ അതിലൊരു പ്രശ്നം ഉണ്ടല്ലോടാ. ദേശവിരുദ്ധർ എന്നല്ലല്ലോ പറയുന്നത്, മാനവിക വിരുദ്ധർ എന്ന് പറയുന്ന രണ്ടുപേരും ഞാൻ നിനക്ക് പരിചയപ്പെടുത്തരാം. ഒന്ന് നിന്റെ മമ്മി, രണ്ട് നിന്റെ ഡാഡിമാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ചേച്ചിയെ പറ്റി ഞാൻ അങ്ങനെ അത്രയൊന്നും കയറി പറയുന്നില്ല. പക്ഷേ മാനവികതയ്ക്ക് വിരുദ്ധതയുള്ള മനുഷ്യരാശിക്ക് അപമാനമായ 2 ജന്മങ്ങളുണ്ട്. അതിന്റെ ഫാദർലെസ് മമായുമാണ്. ഓക്കെ, ബാക്കി പറയാം. ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദം ഒളിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ അവരുടെ പിന്തുണ ഒളിഞ്ഞും പാത്തും ഇതേപോലെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ പറയുന്നത് ഇന്നലെ പറയുന്നതല്ല എന്നതാണ് നമ്മുടെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇത് നമ്മുടെ കണ്ണ് ഇനിയും തുറന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായി തയ്യാറാണെന്ന് ഈ കണ്ണാടി വെച്ചിട്ട് നിനക്ക് കാണാൻ പറ്റുന്നില്ലടാ ആരിഫ് കിണ്ണ. പക്ഷേ ഇതൊരു നല്ല അവസരമായിട്ട് മാറി ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ഇവിടെ സന്തോഷമുണ്ട്. അതായത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഇവിടെ പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് SFI കൂടെയൊക്കെ വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് നടത്തുന്ന ഒരാളെന്ന രീതിയിൽ ഇന്ന് അതിനെ തിരിഞ്ഞ് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതിലെ പക്ഷേ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പക്ഷേ നമുക്കതൊരു പൂർണ്ണമായ ആശ്വാസമായിട്ട് നടക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ഇത് കിട്ടാത്ത മുന്നിൽ കുളിക്കുമെന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്നതാണ് ഇവൻ വാസ്തവത്തിൽ കണ്ണാടി നോക്കി പറയണേണ എന്തൊരു ഒരു വിഷയം. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങോട്ടും BJP എല്ലാവരും ഒരേപോലെ ഇതുപോലുള്ള മതപ്രീണനം നടത്തി അതിലൂടെയുള്ള വോട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. ഇത് നിർത്തണം. ഇത് ഈ രാജ്യത്ത് ജനാധിപത്യമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, മതേതരത്വമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ആദ്യം എടുത്ത് ഒഴിവാക്കുന്ന സാധനമാണ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ പോളിസികൾ ഇതെന്താണെന്നറിയാമോ? ഇവിടെ ശതമാനത്തിൽ കൂടി നിൽക്കുന്ന പ്രഷർ ഗ്രൂപ്പായ ഇസ്ലാമികരുടെ വോട്ടില്ലാതെ ഇവന്മാർക്ക് നിൽക്കാൻ ഒക്കത്തില്ല. അതിപ്പോൾ ലവനായാലും മറ്റവനായാലും എല്ലാവന്മാരും വന്ന് ശ്രാഷ്ടാംഗ നമസ്കാരം, അതല്ലാതെ രക്ഷയില്ല. ഇസ്ലാമിയർക്ക് ആ പവർ ഉണ്ടെന്ന് മനസ്സിലാകാത്ത ഒരേ ഒരാൾ ആരാണെന്നറിയാമോ? ഇസ്ലാമിയർ തന്നെയാണ്. അവർക്കറിയില്ല അവരെന്താ പവർഫുള്ളാണ്. അവർ ഫിനാൻഷ്യലി സൗണ്ട് ആക്കാനാണ് ശ്രമിക്കുന്നത്. അവർ ഫിനാൻഷ്യലി മാത്രമല്ല അല്ലാതെയും അവർ സൗണ്ടാണ്. അവരുടെ യൂണിറ്റി, അവരുടെ ഐക്യം, അവരുടെ ബലം, അവരുടെ അറിവ്, അവരുടെ ചിന്താശേഷി, അവരുടെ മതേതരത്വ സ്വഭാവം, സ്നേഹം, സാഹോദര്യം, ഇതൊന്നും അറിയാതെ പോകുന്ന ഒരേ ഒരു വിഭാഗം അത് അവർ തന്നെയാണ്. അവർക്കത് ബോധ്യപ്പെട്ടാൽ ഇല്ല, ആരാണ്ട് പറയുന്ന കണക്ക് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞ കണക്കാണ്. അവർക്ക് അറിയില്ല അവരുടെ പവർ എന്താണെന്ന്. അത് അവർക്ക് മാത്രമാണ് അറിയാതെ ഉള്ളത്, ബാക്കി ഇവന്മാർക്കറിയാം. അതുകൊണ്ടാണ് ടാർഗറ്റഡ് ഇസ്ലാം. അപ്പോൾ അതിൽ പവർഫുള്ളായി നിൽക്കുന്നത് ആരാണ്? കൊള്ളാം കേട്ടോ, ജമാഅത്ത് ഇസ്ലാമിയാണ്. എന്നാൽ പിന്നെ നമുക്ക് അവരെ എങ്ങോട്ട് അടിച്ചേക്കാം. അതാണ് മലൻ TVയുടെ ടാർഗറ്റ്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് ഇറങ്ങി നിൽക്കുന്നത്. ഭീകര സംഘടനയാണ് അത്രേ. എൻ്റെ പൊന്നു അല്ലെ, ഈ കിണ്ണം പറയണമെന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. കാരണം മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ പോളിസികൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രചരിപ്പിച്ച് അതിൽ വിശ്വാസം എടുക്കുന്ന രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ച് അങ്ങനെ വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് വരാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് സൗകര്യമുള്ള കണക്ക് ഞങ്ങൾ ഉത്ബോധിപ്പിക്കും. അപ്പം ഞങ്ങൾക്ക് ഇപ്പം മതം പറഞ്ഞാണ് ആളെ കൂട്ടാമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും. RSS ചെയ്യുമ്പോൾ നിനക്ക് എവിടെ നൊന്തില്ലല്ലോ. ഇസ്ലാമിയർ ചെയ്യുമ്പോൾ മാത്രം നിനക്ക് എവിടെ നൊന്നു. അതെന്തടാ ഒരു പ്രത്യേക തരം നൊമ്പല. എഴിച്ച് പോടാ അവിടുന്ന്. ചങ്കിയാണ് ചങ്കി. ഇത്ര നാളും അത് സാധിക്കാതെ പോയത് അത് ഇനി തുടങ്ങുന്നു. ഇപ്പൊ സംഭവിക്കുന്ന എന്താണ്, ചില പ്രത്യേക പാർട്ടികൾക്ക് അവരുമായിട്ട് കൂടുതൽ ചേരുന്ന രീതിയിലേക്ക് ഇത്തരം ഈ പ്രീണനം ഏറ്റുവാങ്ങിയിരുന്ന ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കുത്തുമ്പോൾ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പടി ചാരുന്ന ഒരു കാര്യം അതേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് വലിയ സന്തോഷമോ ആശ്വാസമോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ നമുക്ക് കണ്ണു തുറപ്പിക്കാവുന്ന സാധനം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാറുള്ളത്. ഇനി ഇതിൽ ഇവിടുത്തെ ഏറ്റവും എനിക്ക് പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറയാം, ഇവിടെ മുസ്ലിങ്ങളെ കുഴപ്പത്തിച്ചടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട്. ഇനി മുസ്ലിം ലീഗിന്റെ തലയിലോട്ട് കയറി ജമാഅത്ത് ഇസ്ലാമി ഒരു പക്കം തീർന്ന് ഇനി മുസ്ലിം ലീഗിന്റെ തലയിലോട്ട് അവിടെ വന്നിരിക്കുന്ന അങ്ങേരാ. ഒരു ജമാഅത്ത് ഇസ്ലാമി അതിനകത്തുണ്ടെങ്കിൽ ഇവനെ വലിച്ചു കീറി ഒട്ടിച്ചങ്ങ് ഭിത്തി തേച്ചിട്ട് ഇറങ്ങി വന്നത്. മുസ്ലിം ലീഗ് ആയതുകൊണ്ട് പേടിച്ച് എന്താ പറയുന്നത് കേൾക്കാം. ഇപ്പൊ നമ്മളിവിടെ ഷാക്കിർ എന്ന് പറയുന്ന അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത് കാണുമ്പോൾ കറക്റ്റ് അല്ലേ? അങ്ങേര് മുസ്ലിം ലീഗ് ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി കൃത്യമായിട്ടല്ലേടാ പറഞ്ഞത്. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ തെളിവുണ്ടടാ? ഉണ്ടാകുന്നില്ലേ? ബോംബ് പൊട്ടിച്ചതിൻ്റെ, ആളെ കൊന്നതിൻ്റെ, മറ്റവരൊക്കെ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗും ചെയ്തിട്ടുണ്ട്, SDPയും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ചെയ്തതിൻ്റെ എവിഡൻസ് കൊണ്ടുവയ്ക്കാം. 83 ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, അപ്പം തൊട്ട് ഇപ്പം വരെ ഈ വേറെള്ളടം വിട്. നീ കേരളത്തിലെ ഇന്ത്യയുടെയും കാര്യം പറയും. ഇപ്പം കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവപ്പം നേരെ വേറെ എങ്ങോട്ടെങ്കിലും വെച്ച് പിടിക്കും, അത് വേറെ കാര്യം. ഇവിടെ ഉള്ളതിൻ്റെ കാര്യം നീ ഒന്ന് പറയാമോ?
ചലഞ്ചാണടാ നാറേ. അന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ അതിൻ്റെ ഒരു എവിഡൻസ് കൊണ്ടുവയ്ക്കും. എന്നാൽ നീ മിടുക്കൻ എന്ന് ഞാൻ സമ്മതിച്ചു തരും. പോരെ, എൻ്റെ സമ്മതമൊന്നും വേണ്ട. മലൻ TV മാത്രമേ നിന്നെ തൂക്കി തലയെ വെച്ചിട്ടുള്ളൂ. എന്നാലും അവിടെയും പോയിരുന്ന ഈ കള്ളത്തരം പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് മുസ്ലിം ലീഗുകാരൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. കാര്യം മനസ്സിലായില്ലേ? ഇവരെല്ലാം ക്രായറുത്ത ചെമ്പിൻ്റെ ചോട്ടിലാന്ന് ഇപ്പം പിടികിട്ടിയില്ല. ഇവന്മാരെന്താ വിചാരിക്കുന്നത്? മുസ്ലിം ലീഗ് വേറെ, SDPI വേറെ, മറ്റത് വേറെ, എല്ലാവരും വേറെ. ഇവിടെ ബേസിക്കലി ഇവരെല്ലാം ഇസ്ലാമാണ്. അവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാം യുണൈറ്റഡായി നിൽക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അതാണ് അതിൻ്റെ വഴി. യുണൈറ്റഡായി നിൽക്കണം. കാരണം അപരവൽക്കരണവും ആക്രമണവും അനീതിയും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ വിഭാഗത്തിനാണെങ്കിൽ അത് ജാതി മതം നോക്കാതെ ആ ഒരു വിഭാഗത്തിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. അത് മുസ്ലിം ലീഗ് ആണെങ്കിൽ അങ്ങനെ, മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെ, ആരായിരുന്നാലും ശരി. അനീതി കണ്ടാൽ എതിർക്കപ്പെടണം, അനീതിക്കെതിരെ പോരാടി നിൽക്കണം. അത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്ത ബോധമാണ്. ആ കൂടുതൽ പറയണ്ട, വേണ്ട. നമ്മൾ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും സാധാരണ ഒരു ആണ് മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിന്റെ വക്താവ് ഇങ്ങനെ പറയുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു, ജമാഅത്ത് ഇസ്ലാമി പ്രശ്നമൊന്നുമില്ല. ഇവനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് വെച്ചിരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി ഓഥാ കുഴപ്പാവ, ജമാഅത്ത് ഇസ്ലാമി എടുത്ത് കിണറ്റിലിടണം. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പൊലിപ്പിച്ച് വെക്കുന്ന സമയത്തൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ ആളിരുന്നുകൊണ്ട് പറയണത്, അങ്ങനെ ഒരു പ്രശ്നം നമ്മളിവിടെയും കണ്ടിട്ടില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? അല്ല നീ പറ, എന്ത് ചെയ്തെന്ന് നീ പറയടാ. നിൻ്റെ കയ്യിലുണ്ടോ എന്തെങ്കിലും എവിഡൻസ്? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇവൻ പണ്ട് എന്നെ പറ്റിച്ചതാണ്. ശരിക്കും റെഫർ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായി തെളിവ് വരും. ഷിയാക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഇവൻ കൊണ്ടുവന്ന് ജമാഅത്തിൻ്റെ തലയിൽ വെച്ച്. ഞാനും വിചാരിച്ചു ഷിയാക്കാരെന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. ചെന്ന് പോയി ഞെക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കല്ലേ മനസ്സിലായി ഷിയായും ജമാഅത്ത് ഇസ്ലാമി രണ്ടാണ് കേട്ടോ. കള്ളനെന്ന് പറഞ്ഞാൽ പട്ടു കള്ളൻ ആണ് ഇവൻ. ഇവൻ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഇവൻ പറഞ്ഞാൽ അപ്പം തന്നെ റെഫർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രയോജനപ്രദമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഇവൻ കാരണം ആളുകൾ ഇത് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതും പൊടി കുട്ടികൾ ഇറങ്ങി റിസർച്ച് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം, അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? ഇപ്പം ഞാൻ പോലും പോയി നോക്കിയില്ലേ. എനിക്കാണെങ്കിൽ ഈ വിഭാഗങ്ങളെ ഒന്നും അറിഞ്ഞും കൂടാ, വലിയ താല്പര്യമില്ല അറിയാനായിട്ട്. പക്ഷെ അതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു ലെവൽ അവനെ കൊണ്ടാക്കി തന്നില്ലേ. അതിനവനോട് ഞാൻ നന്ദി പറഞ്ഞു. സ്മരണയുണ്ടോടാ എനിക്ക് നിന്നോട്, സ്മരണയുണ്ട്. കാര്യം നിന്റെ സുനാ പൊങ്ങാത്തിന് നീ കേസൊക്കെ കൊടുത്തെങ്കിലും എന്നോട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ സ്മരണയുണ്ടടാ, സ്മരണം. വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു ആൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവർ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊരു അനാവശ്യമായ വേട്ടയാടലാണല്ലേ എന്ന രീതിയിലേക്കല്ലേ പോവാ. മുസ്ലിം ലീഗ് എന്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഒരു വശത്ത് പറയുന്നു മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന മുസ്ലിങ്ങളെ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യം അവിടെ ക്ലിയർ ആയിട്ട് പറയണം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പച്ചപ്പുല്ല് നടക്കുന്ന ഒരു പശുവല്ല. അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു എന്താണ്, ചെന്നായുടെ തോലിട്ട് നടക്കുന്ന ഒരു അസൽ ചെന്നായ തന്നെയാണ്. നിന്നെ പോലെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡബിൾ തോലാണെന്ന് നമ്മൾ പറയുന്നത്. അത് സത്യമാണോടാ. കാണ്ടാമൃഗത്തിന്റെ തൊലി കെട്ടിയാണ് നിനക്ക്. എന്തായാലും നിന്റെ അത്രയും വരത്തില്ല അവര്. കുട്ടിയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് കാര്യം? ഇവിടെ നമ്മൾ ഈ ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഘടനയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. ഇതാണ് അവന്റെ നോണ. അതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന ഒരേ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു വിഭാഗം എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയാണ്. വിഭജനം അവർ എതിർത്തിരുന്നു. അന്ന് തൊട്ട് ഈ വിഭജന സമയത്തുള്ള ആ പ്രശ്നത്തിന് പോലും ഇത് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞവരാണ് അവർ. ആ വിഭാഗം അങ്ങനെയാണ് പറഞ്ഞത്, അല്ലാതെ അതിനെ അനുകൂലിച്ചിട്ടില്ല. എന്തിനാ ഇപ്പോൾ വിഭജിക്കുന്നത്? എല്ലാവരും ചേർന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യം. പിന്നെ അതിനകത്ത് പകുത്തുകൊണ്ട് പോകുന്നത് എന്തിനാ? അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അപ്പോൾ ഇവന്റെ കളത്തരം കണ്ട ഇവ ഏത് നരേഷനെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കള്ളൻ. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലകൾ നമ്മുടെ രാജ്യത്ത്, അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നതായാലും എല്ലാത്തിലും ഒരു പങ്ക് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. പലതവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള. നീ എന്നാ പാകിസ്ഥാനിൽ അവിടെ എങ്ങാനും പോയി കിടന്ന് കോരം പ്രസവിക്കണം? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കിയാൽ പോരെ. ഇവിടെ വന്നില്ലല്ലോ. വേറെ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് മറ്റെടുത്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളവരെ നീ എന്തിനാ കടിക്കാൻ നിൽക്കുന്നത്? ഗുജറാത്തിലെ RSSകാരന്മാർ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത്, അതുകൊണ്ട് നീയും നിന്റെ രവിയണ്ണനെയും കണ്ടാൽ ഞങ്ങൾ പേടിച്ചു ഓടണോ? എന്തിനി? അതവിടെ ചെയ്തു, ഇവിടെ ചെയ്താൽ നീ അനുഭവിക്കുന്നതിന്റെ സുന ഞങ്ങൾ ചെത്തിയെടുക്കും. രവിയുടെ സുന ചെത്തിയെടുത്ത് നിന്റെ അമ്മൂമ്മയുടെ വായിക്കകത്തും കൊണ്ട് കൊടുക്കും, നിന്റെ ചെത്തിയെടുത്ത് അവൻ്റെ അമ്മൂമ്മയുടെ വായിക്കകത്തും കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറയുന്നില്ല. നീ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കാലേവാരി നിലത്തടിക്കാൻ ആർജവമുള്ള മനുഷ്യരിപ്പുറത്തുണ്ട്. മാത്രമല്ല നിന്റെ വർക്ക് ചെയ്യാത്ത സുന ഞങ്ങൾ വെട്ടിയെടുത്ത് പട്ടി കിട്ടു കൊടുക്കും. അതുപോലെ രവിയണ്ണൻ്റെ സുനായി ഞങ്ങൾ വെട്ടിയെടുത്ത് പട്ടി കിട്ടു കൊടുക്കും. അപ്പം അവിടുത്തെ RSSകാരന്മാർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇവിടെ അങ്ങനെ എന്നല്ലല്ല. ഇപ്പം നോർത്ത് സൈഡിലൊക്കെ നടക്കണമെന്ന് നിനക്കറിയാമല്ലോ. പശു ഇറച്ചി കൈവശം വെച്ചാലേ ആളുകൾ വെട്ടിക്കൊല്ലുന്നു, തീ വെച്ച് കൊല്ലുന്നു, വണ്ടിക്കകത്തിട്ട് ചുട്ടു കൊല്ലുന്നു, എന്തെല്ലാമൊക്കെയാണ് ചെയ്യുന്നത്. അത് കേരളത്തിൽ നടക്കുക. മാനെ ബീഫ് വയ്ക്കാത്ത ഒരു കട കാണിച്ചു തരാമോ? ഇവിടെ ഭയങ്കര സംഗീതമൊക്കെ പറയുന്ന ആളും ചായ കട നടത്തുന്നുണ്ട്. പുള്ളിക്കാരത്തെയും കാലത്തെ ഞാൻ നോക്കുമ്പോൾ ബീഫ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? ബീഫ് കറി വയ്ക്കാനാ. അവിടെ ഈ പരിപാടി നടക്കുന്നത്. അവിടുത്തെ സംഘി വേറെ, ഇവിടുത്തെ സംഘി വേറെ. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി വേറെ, പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി വേറെ, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി വേറെ. അത് അദ്ദേഹം അല്ലെങ്കിൽ നീ മാറ്റി പറയാം. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സംഘികളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അറിയാമല്ലോ, ഇവിടെ 26% ഞങ്ങളും ചോദിച്ചു.
അത് ചെയ്യിക്കരുത് വെറുതെ. സംഘടനയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഘടനയ്ക്ക് പല രൂപത്തിൽ ഇപ്പൊ നമ്മൾ അത് പറയുമ്പോൾ പറയും ആ സംഘടനയല്ല കേരളത്തിലെ സംഘടന, കേരളത്തിലേതല്ല അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു ആനുകൂല്യം ഈ ഹിന്ദു സംഘപരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും? അവരെ കുറിച്ച് പറയും കൊടുക്കുന്നുണ്ടല്ലോ ഇല്ലയോ ഉണ്ടല്ലോ. അവർക്ക് ഇച്ചിരി പൂരം, അതായത് ഓട്ട ഊസി മുന്നൊക്കെ എത്താനായിട്ട് സ്ഥലം കൊടുത്ത് അമ്മരെ അവിടെ ഭാരം കുത്തി കയറ്റും ഇല്ലേ? ഇവിടെ ഈ കരോളെല്ലാം അടിച്ചു ചേർക്കാൻ ഇറങ്ങി നിന്നില്ലേ? അത്രയും ശക്തമായി സോഷ്യൽ മീഡിയ ഇടപെട്ടത് കൊണ്ടല്ലേ അതങ്ങ് നിന്ന്. അല്ലെങ്കിൽ അവന്മാർ ഇറങ്ങൂലായിരുന്നു. അവസാനം കഞ്ചാവ് അടിച്ചുകൊണ്ട് ചെയ്താണെന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് സെളിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ മദ്രസയിൽ പോയി കൊച്ചിൻ്റെ കഴുത്തർത്തങ്ങ് കൊന്ന്. എടാ എന്താടാ നീ ചെയ്തെന്ന്? അവ RSS കാരനാണെന്ന് കൃത്യമായി തെളിവ് കൊണ്ടുവന്നിട്ട് പറയണം അവന് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ തലയ്ക്ക് സുഖമില്ലാത്തവരൊക്കെ റോഡിൽ ഇറങ്ങി കൊച്ചുങ്ങളെ കൊല്ലില്ലേ? പ്രത്യേകിച്ച് തലയിൽ തൊപ്പി വെച്ച കൊച്ചിനെ നോക്കി കൊല്ലുന്നു. അവന് തലയ്ക്ക് സുഖമില്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള കൊച്ചിൻ്റെ കഴുത്ത് വെട്ടണം. അവൻ തന്നെ നാട്ടിലിറങ്ങി വേറൊരു ഇസ്ലാമിൻ്റെ കുട്ടീനെ കഴുത്ത് വെട്ടിയത്. അപ്പം അതെന്താണ്? അവരും അതന്നെയല്ലേ പറയുന്നത്? അത് ഞങ്ങളിൽപ്പെട്ടവരല്ല, അത് വേറെ സംഘടനയാണ്, ഇത് സംഘപരിവാർ സംഘടനയല്ല, ആ സംഘടനയുടെ സ്വഭാവമല്ല ഈ സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ ഇതുപോലെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാനുള്ളത്? അത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ആ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ആ ആനുകൂല്യം ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്ന ആനുകൂല്യം അത് ഈ പറയുന്ന ഹിന്ദു ഇതൊക്കെ പറഞ്ഞു ഇവ എന്താ പിന്നെ RSS കാർക്ക് വേണ്ടി ഇരിക്കുക? മലൻ TV ആണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ. അതല്ല അതിന്റെ രീതി. എവിടെയായാലും നിങ്ങൾ നിങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില മുഖമുടികൾ അണിയുന്നു, ചില തക്കിയകൾ നിങ്ങൾ കളിക്കുന്നു. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലെ ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1971 കൂട്ടക്കൊല നടത്തിയപ്പോൾ എടാ നീ ബംഗ്ലാദേശിന്റെ കാര്യം ഓർത്ത് ഇത്രയും വറീഡാവണം. നീ മണിപ്പൂരിലെ കാര്യത്തിനെ കുറിച്ച് നീ ഇച്ചിരി വറീഡാവ്. നമ്മുടെ നാട്ടിലെ വീട്ടിലെ പ്രശ്നം തീർത്തിട്ടല്ലേടാ നാട്ടിലെ പ്രശ്നത്തിന് ഇറങ്ങേണ്ടത്. ബംഗ്ലാദേശിൽ ആളുകളെ കൊല്ലുന്നു, കുത്തുന്നു, വെട്ടുന്നെങ്കിൽ നീ മണിപ്പൂരിന്റെ കാര്യം എന്താടാ എൻ്റെ അണ്ണാക്കി പിരിവെട്ടിയ? നിനക്ക് മണിപ്പൂരിനെ പറ്റി ഒന്നും പറയാനില്ലേ? അതെന്താണ്? എൻ്റെ മോങ്ങിജി ലോകം മുഴുക്ക വണ്ടിക്കകത്ത് കയറി ചുറ്റാൻ പോകുന്നുണ്ട്. എയറോപ്ലെയിൻ എടുത്ത് കാണുന്ന രാജ്യത്തൊക്കെ പോയി ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ കൊടുക്കുന്ന ടാക്സ് പണം കൊണ്ടാണ് അവ അത് കാണിക്കണം. ഇല്ല അങ്ങേർക്ക് അവിടം വരെ ഒന്ന് പോകാൻ എന്ത് ഇത്ര ബുദ്ധിമുട്ട്? മണിപ്പൂർ എന്ത് ഇന്ത്യയിലല്ലയോ? അതിനൊക്കെ പിന്നിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. അതിൽ അവിടെ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിട്ട് മാറി നിൽക്കുമ്പോൾ അതങ്ങനെ നിനക്കറിയാം അവർ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നില്ലെന്ന്. ഇവനെന്ത് വാഴയായി പറയണേ? ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മനസ്സിനകത്ത് എവനാണോ കയറിയിരിക്കുന്നത്? നിനക്കങ്ങനെ അറിയാടാ അവരുടെ മനസ്സ്? അങ്ങ് വായ്ത്താളം അടിച്ചങ്ങ് തകർക്കുക. സംഘടനയെ കുറിച്ചാണ് ഇവിടെ ഇന്ന് ചോദിക്കുന്നത്. അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത്. അവർക്ക് അതേ കുഴപ്പമുള്ളൂ. കാരണം അവർക്ക് എപ്പോഴും വലുതായിട്ടുണ്ടായിട്ടുള്ളത് അവരുടെ രാഷ്ട്രവാദം തന്നെയാണ്. പിന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ രാഷ്ട്രവാദം ഒരു കുറ്റമാണെങ്കിൽ അത് സംഘികൾ ചെയ്യുന്നുണ്ടല്ലോടാ. ഇന്ത്യൻ പാസ്പോർട്ട് പോലും വേണ്ട, ഭാരത് പാസ്പോർട്ട് അതൊന്നും ആക്കണം. ആൾറെഡി ഭാരത് ഒന്ന് പേരുണ്ട് അതിനകത്ത്. അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. പിന്നെ എന്താ പറയണേ, ഇപ്പൊ മാർക്കോ സിനിമ കാണാൻ പോയാലും ജനഗണമന പാടും, എഴുന്നേറ്റ് നിൽക്കണം എന്ന് വേണ്ട. ഇവിടെ ദേശവൽക്കരണം, ദേശീയതയൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ആരാണ്? ആരാ ഇതൊക്കെ പറയുന്നത്? അവർക്ക് പറയാമെങ്കിൽ ഇവർക്ക് പറഞ്ഞുകൂടെ? അത് കൊള്ളാം. അതെന്താ നിങ്ങൾക്ക് പറ്റും, ബാക്കിയുള്ളവരെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്? അത് കൊള്ളാമല്ലടാ, അത് നല്ലൊരു ന്യായമാണല്ലോ. ഇസ്ലാമിയുടെ പല ക്ലാസുകളിലും അബദ്ധവശാൽ ചെന്നപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഞാൻ പറയുകയാണ്. അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകളോട് പ്രസംഗിച്ച് നടത്തുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, നമ്മളിവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങളിലൂടെ പോകാൻ പാടില്ല, അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അവരുടെ ക്ലാസുകളിൽ പോയി വോട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അത് കുട്ടിയായിരുന്നു എനിക്കത് കേട്ടിട്ട് കുറച്ച് പോകുന്നത് അത് കൂടി പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതെന്തായി പറയുന്നത്? അപ്പൊ ഇവൻ മുമ്പ് ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു. അത് ശരിയാ തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ എക്സ് മുസ്ലിങ്ങളൊക്കെ പറഞ്ഞിരിക്കേണ്ടി വരുന്നത്. കാരണം അതിന് അവർ എടുത്തു വെച്ച കാരണം ഇസ്ലാം തന്നെയാണ് അവർ പറഞ്ഞത്, ഷിർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ എന്തിനാ മതം വലിച്ചെടുക്കുന്നത്? മതം വലിച്ചെടുത്തിട്ടാണ് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. ഷിർക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ മതത്തിനാണ് വരുന്നത്. അപ്പോൾ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജോലി എടുക്കരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾ കോടതികളിൽ ഒന്നും സമീപിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ അവരെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പമെന്ന് എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലടാ നീ മതം വിട്ടില്ലേ, പിന്നെ നീ അതോർത്ത് വിഷമിക്കുന്നതിന് മതവാദികൾ എന്തെങ്കിലും ചെയ്തോണ്ട് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവർ ചെയ്തിട്ട് നിനക്കിപ്പോൾ എന്ത്? അവരങ്ങനെയാണ്. ഇപ്പോൾ ഇറച്ചി മീനും കഴിക്കാൻ പാടില്ല അമ്പലത്തിൽ കയറുമ്പോൾ. അതുകൊണ്ട് ഇല്ല അങ്ങനെ പറയണത് വിരുദ്ധമാണോ, അത് പ്രശ്നമാണോ, അത് കുഴപ്പമാണ്, അവരെല്ലാം നമുക്ക് തൂക്കിക്കൊല്ലാൻ പറ്റുമെന്ന് പറയാൻ പറ്റും? അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ ഓരോ മതത്തിലും ഉണ്ടാവും. ഒറ്റ പെണ്ണെ കല്യാണം കഴിക്കാവുള്ളെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ട് വേറെ കെട്ടിയ പ്രശ്നം അവർക്കും അത് ഷിർക്കാ. ഇല്ല നീ 4 കെട്ടിയിട്ടുണ്ട്, എനിക്കിപ്പോൾ ക്രിസ്ത്യാനിയാവണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് ദൂരെ കളയും, അല്ലെങ്കിൽ തന്നെ മഹ്റൂം ചൊല്ലി നിന്നെ കൊണ്ടേ കുഴിച്ചിടും. അപ്പോൾ നീ അത് വേണമെന്ന് തന്നെ നടക്കൂടാ. എന്തെങ്കിലും പറയില്ലടാ, വായ്ത്താളം അടിക്കില്ലടാ വായനാറി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു ടേം ഉണ്ട് എന്നുള്ളത് എനിക്കാണ് മനസ്സിലാക്കുന്നില്ല. തീവ്രമായിട്ടുള്ള ഒരു മതചിന്ത അവർക്കുണ്ട്. സ്ത്രീവിരുദ്ധരാണെന്ന് ശ്രീജ നെയ്യാറ്റിൻകര പണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ ഓർമ്മയുണ്ട്. പക്ഷേ അവർ നടത്തിയ സമരങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അത് ജനാധിപത്യ രാജ്യത്തിന് അനിവാര്യമായ സമരങ്ങളാണ്. അത് കൊള്ളാലടാ, അതാണ് നിങ്ങളുടെ കുഴപ്പം. വാസ്തവത്തിൽ ഇവരെന്താ ജമാഅത്ത് ഇസ്ലാമി എതിർക്കണേന്നല്ലേ? ഇവൻ പറയുന്ന വായ്ത്താളം കേൾക്കണോ? എന്നാൽ കുറച്ചുകൂടെ കേൾക്കാം. നിലഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തട്ടികളിലൂടെ അവർ സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊക്കെയില്ല. ആ സംഘടന പിരിച്ചുവിടാൻ വേണ്ടത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാവാൻ എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വോട്ട് നേടുന്നതിനെ കുറിച്ചുള്ള ചർച്ച. അപ്പൊ ഞാൻ പറയുന്നു, നോട്ടും കൊടുത്തും കൊണ്ടും ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജനാധിപത്യ മതേതര, അതായത് ജമാഅത്ത് ഇസ്ലാമി വർഗീയത പറയുന്നു, അവർ ഇസ്ലാമിയർക്ക് വേണ്ടി നിലകൊള്ളുന്നു, അവരങ്ങനെ ചെയ്യുന്നു, വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു. ഇവൻ പറയണതിൽ തന്നെ വിരുദ്ധത ഞാൻ പറയാം. ഇവൻ എന്താ പറയണത്? ജമാഅത്ത് ഇസ്ലാമി പറയുന്നു വോട്ട് ഇടരുതെന്ന്.
വോട്ടിടരുതെന്ന് പ്രചരിപ്പിക്കുന്ന ഷിർക്ക് എന്ന് പറയുന്ന ആ വിഭാഗക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് ഇസ്ലാമിയരെല്ലാം വോട്ട് ആ മറ്റുള്ളവർക്ക് കുത്തി കൊടുത്താൽ ഇവർക്ക് വോട്ട് കിട്ടാതെ പോകത്തില്ലേ എന്നുള്ളതാണ്. അത് ലാഭമല്ലേടാ. ഇപ്പൊ RSSകാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അത് തന്നെയാണ്. ഇസ്ലാമിയർ അവർ പറയുന്ന ആൾക്കാർക്ക് വോട്ടിടുന്നു. അപ്പൊ അതൊരു പ്രഷർ ഗ്രൂപ്പാണ്. അവർ വോട്ടിടണ്ട എന്നല്ലേ ജമാഅത്ത് ഇസ്ലാമി പറയണത്. നല്ല കാര്യമല്ലേടാ. അപ്പൊ പിന്നെ അവർ വോട്ടിടൂലല്ലേ, ശല്യങ്ങളല്ലേ, വോട്ടിടാതെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമല്ലേ ആ കാര്യത്തിൽ വരേണ്ടത്. ഇവിടെ മെയിനായിട്ട് കുറേയധികം സമരങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി കൊക്കക്കോള സമരം നിങ്ങൾക്ക് അറിയത്തില്ലേ. അതേപോലെ ഒരു പൈപ്പ് ലൈൻ്റെ കേസ്. ആ പൈപ്പ് ലൈൻ്റെ കേസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ട്രെയിനിൻ്റെ പ്രശ്നം വന്നപ്പം ആളുകൾക്ക് പ്രോബ്ലം വന്നില്ലേ, അതുപോലുള്ള ഹാരിസോൺകാരുടെ, അതായത് ഹാരിസോൺകാരെന്ന് പറയുന്ന ആ കമ്പനി ഒരുപാട് അനധികൃതമായിട്ട് കുറേ അധികം സ്വത്തുക്കൾ അവർ പേർക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണമെന്നും അതിനെതിരെ സമരത്തിന് ഇറങ്ങിയ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി. ഈ 3 എണ്ണമാണ് എനിക്ക് എൻ്റെ അറിവിലുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ പഠിച്ചു വരുന്നതിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് ഒന്ന് പറയാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലുള്ള സമരങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നവരാണ് ഇവർ. അല്ലാതെ ഇവർ ചെയ്ത ഒരു തീവ്രവാദപരമായിട്ടുള്ള ഒരു സാധനവും ഇവർക്ക് കാണിക്കാനില്ല. അവർക്കില്ല, അങ്ങനെ ഒരു സംഗതിയിൽ അവരില്ല. ആരെങ്കിലും കൊന്നതായിട്ടോ വെട്ടിയതായിട്ടോ ഒന്നുമില്ല. മറ്റ് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവർ SDP അവർക്കുണ്ട്, BJP അവർക്കുണ്ട്. ഇവരെ വെട്ടും ഇവരെ വെട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വെട്ടും കുത്തുമൊക്കെ നല്ലപോലെ നടക്കും. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു സംഘടനയാണിത്. ഒരു കാരണവശാലും ഇല്ല. അപ്പോൾ ഇവർക്ക് അതിനെ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീഡിയാസ് സ്ട്രോങ് ആയിട്ട് അവരുടെ കയ്യിലുണ്ട്. അതിലും ഇവർക്ക് കുത്തിത്തിരിപ്പ് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അവർക്ക് ഈ മീഡിയ നല്ല ഭയമുള്ളതാണ്. അതുകൊണ്ടാണ് മാധ്യമത്തിനെതിരെ മീഡിയ ഒന്നെതിരെയൊക്കെ അവർ തിട്ടൂരം കൊണ്ടുവന്നതും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലേ കളിച്ചത്. അവരത് റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പം ഇതിനെ ഒതുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇസ്ലാമിക വിരുദ്ധമായ ന്യൂസുകൾ തന്നെ മറ്റുള്ളവർ കൊടുക്കും, അതിൻ്റെ സത്യസന്ധമായ ന്യൂസുകൾ ഇവർ കൊടുക്കും. അപ്പോൾ ഇവർക്ക് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2014 സമയങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സോഷ്യൽ മീഡിയയിൽ തന്നെ മാനിപ്പുലേഷൻ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോഷോപ്പിൽ കൂടെ പല കാര്യങ്ങളും ആളുകളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് സർക്കിൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവർക്ക്. അതിൻ്റെ കൃത്യമായ സംഗതികൾ ഇന്നിപ്പോൾ അത് നടക്കത്തില്ല. കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഇതിനെതിരെ സംസാരിക്കാൻ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഇവന്മാരുടെ കള്ളത്തരം കൂടുതൽ എറിക്കത്തില്ല. ഇപ്പോഴല്ലേ രവിയൊക്കെ UATM ഒക്കെ എടുത്തിട്ട് പോലീസ് വാരി എടുക്കുന്നു. പക്ഷേ അന്നൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഇത്തരം വാർത്തകൾക്ക് ഖണ്ഡനം കൊടുക്കുകയും കൃത്യമായ ന്യൂസുകൾ ആളുകളിലേക്ക് എത്തിച്ചത് മീഡിയ ഒന്നും മാധ്യമവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചീഫ് എഡിറ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വർഗീയ പത്രമോ വർഗീയമായിട്ടുള്ളൊരു മീഡിയമോ അല്ലെന്ന്. TK ബാലകൃഷ്ണനാണ് അന്നത്തെ ചീഫ് എഡിറ്റർ. ഈ മാധ്യമത്തിനെ ഇവർ ഇസ്ലാമികവൽക്കരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് കടക്കൽ കത്തിവെക്കുന്നതാണുള്ള ഒരു പരിപാടിയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർമാർ എടുക്കുമ്പോൾ തന്നെ തീരുന്നത്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാരും മറ്റ് സമുദായത്തിലുള്ളവർ തന്നെയാണ്. ഇസ്ലാമിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് മറ്റുള്ളവർ തന്നെയാണ്. അതുമാത്രമല്ല ദളിത് വംശജരായ ആൾക്കാർക്ക് അവരുടെ ആവിഷ്കാരങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും അത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവർ ചൊടിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തേത് TK ബാലകൃഷ്ണനാണ് അന്നത്തെ ചീഫ് എഡിറ്റർ. അപ്പോൾ അന്നത്തെ ചീഫ് എഡിറ്റർ അദ്ദേഹമാണ്. അദ്ദേഹം എന്തായാലും ഇസ്ലാം അല്ലല്ലോ. ഇസ്ലാം അല്ലാത്ത ഒരു വ്യക്തി ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. അവർക്കിത് എഴുതാൻ അറിയുന്ന, അത്യാവശ്യം ഈ കാര്യങ്ങൾ പറയാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പോഴത്തെ ആള് പ്രശാന്ത് പത്മനാഭനാണ്. ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ പ്രശാന്ത് പത്മനാഭനാണ്. ഇനി ഇവർ പറയുന്ന കണക്ക് മീഡിയ ഒന്നും ഈ പറയുന്ന മാധ്യമവും ഒക്കെ തന്നെ പ്രശ്നക്കാരായ പത്രക്കാരാണ് എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനകത്ത് ഇസ്ലാമിയരാണ് ഇതിൻ്റെ മെയിൻ ആളുകളെന്ന് പറഞ്ഞിട്ട് അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഹൈജാക്ക് ചെയ്യാൻ ഇവർക്ക് ഒക്കത്തില്ല. അന്നത്തെ ചീഫ് എഡിറ്റർ TK ബാലകൃഷ്ണനാണ്. അപ്പം അന്നത്തെ ചീഫ് എഡിറ്റർ അതായതുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ്. മറ്റ് മതവിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവിടെ കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇസ്ലാമിക പത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അതിനെ അങ്ങനെ അങ്ങോട്ട് തോപ്പിക്കാനോ മുക്കിക്കയറ്റാനോ ഒക്കത്തില്ല. മെയിൻ പ്രോബ്ലം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. സത്യത്തിൽ ഈ 2 പത്രങ്ങളും ദളിത് വിഭാഗക്കാരായ ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റൻസും അവരുടെ ആവിഷ്കാരങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കും. അത് പത്രത്തിൽ അടിച്ചു വരും. കൃത്യമായി അവർക്ക് ലേഖനങ്ങൾ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഈ രാമായണ മാസത്തിലൊരു ഒരു മാസം മുഴുക്ക രാമായണ പാരായണം നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവർക്ക്. അതിൽ പ്രൊഫസർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾ ഈ രാമായണ വിമർശനം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ ഈ നാട്ടിലെ ഒരു പത്രവും തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇവരതിനെ അക്സെപ്റ്റ് ചെയ്തു, തയ്യാറായി. 1 മാസം ഫുള്ള് ഈ വിമർശനം അതിനകത്ത് വരിക തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇതിനോടുള്ള ശത്രുതയും ഈ പത്രത്തിനോടുള്ള ഇവരുടെ ദേഷ്യവും ഇവരുടെ വെപ്രാളവും ഒക്കെ അതാണ്. ഒരു രീതിയിലും ഭയപ്പെടുന്നവരല്ല ഇസ്ലാമിയർ എന്നുള്ളത് തെളിവാണ് ആ വിഭാഗത്തിലുള്ള ആൾക്കാർ ധൈര്യസമേതം മീഡിയയിലേക്കും വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും അവർ കൈവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വിഭാഗം ക്രിസംഗികൾ ഇവരെ ആക്രമിക്കുന്നത്. എഡ്യൂക്കേഷണൽ സിസ്റ്റം മുഴുക്ക അവരുടെ അണ്ടറിൽ നിൽക്കണം. അപ്പോൾ ഇവരിലേക്ക് അതിൻ്റെ ഒരു നോളജ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഇവർക്ക് ഭയം. ആകെ മൊത്തത്തിൽ ഇവർ ഇങ്ങനെ വ്യാപിക്കുകയാണ്. മാത്രവുമല്ല കൃത്യമായി എഡ്യൂക്കേറ്റഡ് ആയ ഫെലോസ് അതിൽ നിന്ന് വരുന്നു. അവർ കൃത്യമായി ഗൈഡ് ലൈൻ കൊടുക്കുന്നു, അവരെ മുൻപോട്ട് കൊണ്ടുവരും. ഇത് സ്വാഭാവികമായും വേദനിപ്പിക്കുന്നത് ആരെയാണ്? സംഘികളെയാണ്.
സംഘികൾക്ക് വേരോടെ പുഴുതു കളയാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിനെ സുഡാപ്പിസമാക്കി അല്ലെങ്കിൽ അവർ തീവ്രവാദ സംഘടനയാക്കി മാറ്റി താറടിച്ച് തൂര കളയുക എന്നുള്ളതാണ്. ശക്തരായി അവർ നിലകൊള്ളുന്നതും അങ്ങനെ തന്നെയാണ്. പലരും എന്നോട് ചോദിക്കുന്നതാണ് എന്താണ് ധൈര്യം. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന പൂർണ്ണബോധം നമുക്കുണ്ടെങ്കിൽ ധൈര്യസമേതം തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് എതിർക്കാൻ പറ്റും. അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും ചെയ്യുന്നത്. അവർക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാം, അവരൊരു തീവ്രവാദ മേഖലകളിലുമില്ല, ഒന്നിലുമില്ല. അവർക്ക് തീവ്രതയുണ്ട്, അത് അവരുടെ മതത്തിനോടാണ്, അവരുടെ മതവാദമാണ്. ആ മതത്തിലുള്ള തീവ്രതയാണ് അവർ കാണിക്കുന്നത്. അതവർ കാണിക്കുന്നത് അവരുടെ അവകാശമാണ്. മതം അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു. അല്ലാത്തവർക്ക് അല്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത ജമാഅത്ത് ഇസ്ലാമി ഇവർക്കൊരു തലവേദനയാണ്. പൊതുവിഷയങ്ങളിലാണ് ഇസ്ലാമിയർ ഇടപെടുക. അതിപ്പം ഇനി മുസ്ലിം ലീഗ് ആയിരുന്നാലും ശരി തന്നെ, ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നാലും ശരി തന്നെ, പൊതുവിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇടപെടും. പ്രത്യേകിച്ച് ഉച്ചനീചത്വങ്ങളിൽ അവർ ഇടപെടും. ഇസ്ലാമിയർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഉച്ചനീചത്വമാണ്. സഹിക്കില്ല. പടച്ചവന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണെന്ന് പറയുന്നവരാണ് അവർ. പാവപ്പെട്ടവന് കൊടുക്കുന്നത് ദാനമല്ലാതെ അവരുടെ അവകാശമാണെന്ന് പറയുന്ന വേറെ ഏത് ആൾക്കാരുണ്ട്? സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, നിന്റെ ഔദാര്യമല്ല എന്ന് പറയുന്നത്. ഇവിടെ പിണറായി വിജയൻ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ റേഷൻ കൊടുക്കുന്നത് അവർക്കുള്ള ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞില്ലേ. ഈ സാധനം പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് സക്കാത്ത്. ഇന്ന് അത് മറ്റൊരു ലെവലിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ സമ്പാദിക്കുന്നതിന് 2.5% പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ച് തീവ്രമായ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ബാങ്കുകളിൽ എന്ന് പറയുന്നത് പലിശ ഇടപാടുകൾ നടത്തുന്നത് മാതൃഭോഗത്തിന് തുല്യമാണെന്ന് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അതിനെയൊക്കെ വിലക്കുന്നത്. അതൊക്കെ മതവാദങ്ങളാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ വരികയും അതിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പലരും അത് ചെയ്യും. പക്ഷേ നിയമപരമായി, മതനിയമപരമായി ഇതൊക്കെ തെറ്റാണ്, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മതങ്ങളിലും ഉണ്ട് ഗോത്രീയത, അതിലുമുണ്ട്. അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം. അപ്പോൾ അവരെയും ഈ വിഭാഗമാക്കി അടിച്ചമർത്തി തീവ്രവാദികളാക്കി മാറ്റാൻ ഇവൻ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യേശുനാഥനെ പിന്നെ ഒറ്റുകൊടുത്ത ആളില്ലേ, അയാൾക്ക് പോലും ഒരു നീതി ഉണ്ടായിരുന്നു. ജനാധിപത്യ മതേതര ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ട് ഇത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും. അതിനിപ്പോൾ ആരെ വഴിവെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളെന്നോ സംഘപരിവാറെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൈയൊഴിയാൻ കഴിയില്ല. അതിന് തുടക്കം വെക്കുന്നത് നമ്പർ 1 അതിന് കാരണമായിട്ട് വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക രാഷ്ട്രവാദ സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ. അതിനെ സമദൂരത്തിൽ നിർത്തണം. അതിനെ സമദൂരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം. ലോകത്ത് ഒരു മനുഷ്യനെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവനെ മാത്രമാണ്. ഒരു കാരണവശാലും നമ്മുടെ 7 അയലത്ത് അടുപ്പിക്കാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട ജന്തു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവൻ തന്നെയാണ്. ഈ സമദൂരമായിട്ട് നിർത്തണമെന്നും നീക്കി നിർത്തണമെന്നും ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണോ ജെയിൻ പൈപ്പ് ലൈന്, കൊക്കക്കോള കമ്പനിക്കെതിരെയുള്ള ഇത്, ഹാരിസോൺ കമ്പനിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ സമരം, കൊക്കക്കോള സമരം, കൊക്കക്കോളയ്ക്കെതിരെയൊക്കെ എന്തിനാ സമരം നടത്തുന്നത്? അതുകൊണ്ട് അവർക്കെന്താ പ്രോബ്ലം? അവർക്കത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്നിരുന്നാ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇത്. ഹാരിസോൺ കമ്പനിയെ അടിച്ചു കൊന്നിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം ഉണ്ടാക്കി അതിന്റെ കടത്തുനിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ആര് കൊണ്ടുപോകാൻ? ജമാഅത്ത് ഇസ്ലാമിക്ക് അല്ല, പാവങ്ങൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അന്യന്റെ മുതൽ അടിച്ചു മാറ്റി കൈ വെച്ചിരിക്കുക, പാവങ്ങൾക്ക് കൊടുക്കാന്നാണ് പറഞ്ഞത്. അതായത് ഭൂമി പൊതു സ്വത്തായ പിന്നെ ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് കണ്ടെത്തി അത് അവന്മാരിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ടുവന്നത് ആരാ? ജമാഅത്ത് ഇസ്ലാമി അല്ലേ? അത് ഏത് വകുപ്പിലടാ വർഗീയതമാകുന്നത്? ഗെയിൽ പൈപ്പ് ലൈനിൽ ഒരുപാട് പേർക്ക് വസ്തുവകൾ നഷ്ടപ്പെടുന്നുണ്ട്, അതിനെ എതിർത്തിരുന്നു. ജനകീയ സമരങ്ങളല്ലേ ഇതൊക്കെ? കൊക്കക്കോള ജനകീയ സമരമല്ലേ? ആ നാട്ടിലെ മണ്ണിൽ നിന്ന് എടുക്കുന്ന വെള്ളം കൊണ്ട് അവിടെയുള്ള കിണറുകൾ നീരുറവ് വറ്റുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി, ഒരു നാടിന് വേണ്ടിയല്ലേ ഇടാ നിന്നത്? അവിടെ അവരുടെ ആളുകളെന്നല്ലാതെ മറ്റുള്ളവർക്കും വേണ്ടി അതിന് ലാഭം ഉണ്ടായിട്ടില്ലേ? ഇവരെന്തൊക്കെയായി പറയുന്നേ? അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള ഒന്നിനും മുതൽ അവസരത്തിൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദക്കാരുമായിട്ടുള്ള കൈകോർക്കൽ എന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ട ഒരു പാഠമാണെന്നാണ് പറയുന്നത്. ശരിയാണ്. ഈ മതവാദം ഉള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും നമ്മൾ നീക്കി നിർത്തണം. മതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും നീക്കി നിർത്തണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നീക്കി നിർത്തേണ്ട RSSകാരെയാണ്. പിന്നെ നിരോധിച്ച സംഘടന കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളവും RSSകാർക്ക് ഇന്ത്യയും ഭരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊന്നിലും ബാധിക്കാത്ത ഈ മനുഷ്യർക്ക് അത് നടക്കും. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കായി ഇപ്പൊ ഇജ്ജു പോയൊരു മുട്ട് വെച്ചുവിടും. ആര്? നീയാ? നീ പറഞ്ഞ ഉടനെ അതങ്ങനെയാ ഓടി. വെൽഫെയർ പാർട്ടി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഇതുമൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് നീ എങ്ങനെ പറയും? മുസ്ലിം ലീഗും ഒന്നാണ്, പിന്നെ മറ്റേ നിരോധിച്ച സംഘടനകളും ഒന്നാണെന്ന് ഇവളിരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. സിമിയും അതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് നേരം വെളുക്കോളം ഇരുന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം അതവിടെ നിൽക്കട്ടെ.
വിഷയം എത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി അവർ ഭയപ്പെടുന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി ശക്തമായി നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. അവരുടെ യൂണിറ്റി അവർക്ക് തകർക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി പത്രം തന്നെ, ഈ 2 പത്രങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതും അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. അതിനും അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇപ്പോൾ ഇസ്ലാമിയർ ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ ഇതും മാറ്റി വെച്ചിട്ട് അവർക്ക് പൂർണ്ണമായും പിന്തുണ കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി ഒന്നും എന്താ കുഴപ്പം? അവർക്കെന്താ പ്രശ്നം? നിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുകയും ഒന്നിച്ചിരുന്നു കൊണ്ട് സംസാരിച്ചു ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പൊരുതുകയുമാണ് വേണ്ടത്. പരസ്പര വെല്ലുവിളികളും പരസ്പര പടലപ്പിണക്കങ്ങളും പിന്നീട് നീക്കി വെക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെയാണ്. ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം മനസ്സിലാക്കി എല്ലാവരും ജോയിൻ്റായി നിന്നുകൊണ്ട് ഈ പറയുന്ന വർഗീയ ശത്രുക്കൾക്കെതിരെ നിലകൊള്ളേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നാണ് വസ്തുത. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ഞാൻ വീണ്ടും ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും. ഇത് ലെങ്തി ആകുന്നത് കൊണ്ട് ഞാൻ ഇത്രയിൽ തീർക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.